Hi friends, welcome to my channel. The reason behind this video is to reveal you how I became an English teacher. Actually ഞാൻ +1 +2 ഞങ്ങൾക്ക് ആ ടൈമിൽ +1 +2 അല്ല പ്രീ ഡിഗ്രി ഓക്കെ. അപ്പോൾ പ്രീ ഡിഗ്രിക്ക് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് അതായത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തത് തന്നെ പാരൻസിന് എന്നെ എൻജിനീയർ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. സോ മാത്സ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഫിസിക്സ് ആണെന്ന് തോന്നുന്നു. ഡേവിഡ് ജോർജിൻ്റെ ടെക്സ്റ്റൊക്കെ വലിയ വലിയ ബുക്സുകളൊക്കെ എൻ്റെ ടേബിളിൽ വരുന്നു. ഞാൻ ആ ബുക്സൊക്കെ റെഫർ ചെയ്യുന്നു, പഠിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് കൊണ്ടാക്കുന്നു. മോർണിംഗ് ബസ് ഒരു 5:30 ബസ്സിലാണെന്ന് തോന്നുന്നു അന്ന് ട്യൂഷനായിട്ട് പോകുന്നത്. എൻട്രൻസ് ക്ലാസ്സിലൊക്കെ പോകുന്നു. ഒത്തിരി ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, എൻട്രൻസ് എഴുതുന്നു. ബട്ട് എൻട്രൻസ് കിട്ടിയില്ല. പിന്നെ പാരൻസ് എന്നെ ക്യാഷ് കൊടുത്ത് എൻജിനീയറിങ്ങിന് അയക്കാൻ അവർക്കും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ BSc മാത്സ് സ്റ്റുഡൻസ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും BSc മാത്സ് എടുത്ത് VTM NSS കോളേജ് ധനുവച്ചപുരം അവിടെ BSc മാത്സിന് ചേർന്നു. അപ്പോൾ എനിക്ക് മാത്സിന് മാർക്സ് കുറവാണ്. ആക്ച്വലി ഞാൻ മാത്സ് ഇച്ചിരി വീക്കാണ്. അത് വീക്കാണെന്ന് പറഞ്ഞാൽ എല്ലാ പോർഷൻസും അല്ല, സം പോർഷൻസ് മാത്രം എനിക്ക് മാത്സിൽ വീക്കാണ്. ബട്ട് അതർ പോർഷൻസ് എനിക്കിപ്പോഴും ഞാനത് ഈസി ആയിട്ട് ഞാൻ ചെയ്യും. പക്ഷേ BSc മാത്സിൽ എനിക്ക് എന്തുകൊണ്ടോ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും BSc മാത്സിലാണ്. സോ ഞാനും BSc മാത്സിലേക്ക് ആ ഒരു ടൈമാണല്ലോ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മാർക്സ് വളരെ കുറവാണ്, റെക്കമെൻഡേഷനൊക്കെ വേണ്ടി ട്രൈ ചെയ്യാമെന്ന് പാരൻസ് പറയുന്നു. അങ്ങനെ BSc മാത്സിലേക്ക് പോകുമ്പോൾ എൻ്റെ പാരൻസ്, എൻ്റെ അച്ഛനും അമ്മയും, ഇന്നും ഇപ്പോഴും ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നെ BA ഇംഗ്ലീഷ് എന്നെ കൊണ്ട് എടുപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആകത്തില്ല. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഞാൻ ഇന്ന് ആസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള രീതിയിൽ. അതൊരു ഹോം ട്യൂട്ടർ ആവട്ടെ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവട്ടെ, ആസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ ഐ ആം ടോട്ടലി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ജോബ്. എങ്ങനെ എനിക്കത് നിങ്ങളോട് റിവീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പാരൻസ് എന്നെ, എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇംഗ്ലീഷിലേക്ക് NSS കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഇംഗ്ലീഷിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മാത്സിലാണ്. ഞാൻ ഫസ്റ്റ് ഇയർ ഫുള്ള് ഇംഗ്ലീഷ് ക്ലാസ്സിലാണെങ്കിലും ഞാൻ മാത്സിലായിരിക്കും ഫുൾ ടൈം. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ലഞ്ച് കഴിക്കാൻ പോകുന്നതും അങ്ങനെയൊക്കെ മാത്സിൽ ആയിരുന്നു. ഇടയ്ക്കെങ്ങാനോ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ മാത്സിലെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും ചെയ്തു സ്റ്റുഡൻസ്. അപ്പോൾ പിന്നെ ഞാൻ സെക്കൻഡ് ഇയറുമായി തേർഡ് ഇയറായി. BA ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു ഇഷ്ടമില്ലാതെ പഠിച്ച കോഴ്സാണ്. അതുകൊണ്ട് വളരെ ഡീപ്പായിട്ടൊന്നും ഞാൻ ഇംഗ്ലീഷിലേക്ക് പോയില്ല. ബുക്സുകളൊന്നും അധികം ഞാൻ വായിക്കത്തില്ല, റീഡ് ചെയ്യത്തില്ല. അങ്ങനെ കാരണം എനിക്ക് BA ഇംഗ്ലീഷ് പഠിക്കാൻ വലിയ ഇഷ്ടമല്ല. കാരണം എനിക്ക് മാത്സ്, ഫ്രണ്ട്സ് മാത്സിലായതുകൊണ്ടായിരിക്കാം മാത്സിൽ മതി എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ BA ഇംഗ്ലീഷ് നല്ല മാർക്സോടുകൂടി പാസ്സാകുന്നു. പക്ഷെ തേർഡ് ഇയർ ആയപ്പോൾ തേർഡ് ഇയർ BA ഇംഗ്ലീഷിൽ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. നമ്മുടെ കോളേജ് ഗ്രൂപ്പുണ്ട്, നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. BA ഇംഗ്ലീഷിൽ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ട്രാൻസ്ലേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാനായിട്ട് കേരള ഹിന്ദി പ്രചാർ സഭയിലേക്ക് അച്ഛൻ കൊണ്ട് ചേർക്കുകയാണ്. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ ആൻഡ് ജേർണലിസം കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ നാട്ടിൻപുറത്തിൽ നിന്നും കറക്റ്റ് ഒരു സിറ്റി ലൈഫിലേക്കുള്ള ആ ഒരു എൻട്രിയാണ് എനിക്ക് ആ ട്രാൻസ്ലേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ ഈ റാങ്ക് വൈസ് സ്റ്റുഡൻസ് തന്നെ നോക്കിയപ്പോൾ 4th ഞാനായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഹിന്ദി നല്ലോണം അറിയാം. കാരണം പ്രഥമ ദൂസരി ആ സംഭവമൊക്കെ അച്ഛനും അമ്മയും കുഞ്ഞിലെ 5th സ്റ്റാൻഡേർഡ് മുതലേ എന്നെ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് ഹിന്ദി എനിക്ക് ആ ടൈമിൽ നല്ലോണം അറിയാം. ഹിന്ദിക്കൊക്കെ എനിക്ക് ഫസ്റ്റ് ക്ലാസ്. സോ അത് ട്രാൻസ്ലേഷൻ ആൻഡ് ജേർണലിസത്തിലേക്ക് എന്നെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ ആൻഡ് ജേർണലിസം കഴിഞ്ഞിട്ട് എന്നെ അടുത്ത് MA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്യിപ്പിച്ചു കേരള യൂണിവേഴ്സിറ്റിയുടെ
ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കാര്യവട്ടം ക്യാമ്പസിലാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ ഇന്ന് നെയിം റിവീൽ ചെയ്യുന്നില്ല. എനിക്ക് അവിടെ ഞാൻ ഇന്നും ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു റോൾ മോഡലെന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു ടീച്ചറെ എനിക്ക് അവിടെ കിട്ടുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു ടീച്ചർ. അപ്പോൾ ആ ടീച്ചർ എനിക്ക് കുറേ ബുക്സൊക്കെ വായിക്കാൻ തരുന്നു, ഒത്തിരി ബുക്സുകൾ വായിക്കാൻ തരുന്നു, എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നു. ഞാൻ MA ഇംഗ്ലീഷ് എടുത്ത ടൈമിലാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനോടുള്ള ആ ഒരു ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ എനിക്ക് തോന്നുന്നത്. കാരണം ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ടെടുക്കാനുള്ള സബ്ജക്റ്റ്, കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്ത് പഠിക്കാനുള്ളൊരു സബ്ജക്റ്റാണ് ലിറ്ററേച്ചർ. അപ്പോൾ ആ ലിറ്ററേച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്, വാട്ട് ലിറ്ററേച്ചർ ഈസ്, അത് ഞാൻ MA ഇംഗ്ലീഷിലാണ് കറക്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പോൾ MA ഇംഗ്ലീഷിൽ എനിക്ക് നെറ്റ് എഴുതണം എന്നുള്ള ആഗ്രഹമുണ്ട്. നെറ്റ് എഴുതണം, JRF കിട്ടണം എന്നൊക്കെ ഉള്ള ആഗ്രഹം. അങ്ങനെ ഞാൻ ഒത്തിരി ബുക്സ് വായിക്കുന്നു, പ്രോജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ലിറ്ററേച്ചറിനോടുള്ള ഒരു ഇഷ്ടം. അപ്പോൾ ഞാൻ നെറ്റിൻ്റെ കോച്ചിങ്ങിന് പോകുന്നു. എൻ്റെ ഒരു ടീച്ചർ തന്നെയാണ് കോച്ചിങ് നടത്തുന്നത്. അങ്ങനെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നു. പക്ഷേ 40 മാർക്സ് എസ്സേ ആ ടൈമിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു, ഇറ്റ്സ് നോട്ട് ഒബ്ജക്റ്റീവ്. സോ എനിക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്രത്തോളം പറ്റിയില്ല എഴുതിയെടുക്കാൻ. അപ്പോഴേ എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും ഒരു കോളേജ് ടീച്ചറാകണം, കോളേജ് ലെക്ചറർ ആകണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു MPhil ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് PhDക്ക് അപ്ലൈ ചെയ്യാം അല്ലേ. അങ്ങനെ ഞാൻ അച്ഛനോട് പറയുന്നു. അപ്പോൾ അച്ഛൻ ഒരു റിലേറ്റീവിൻ്റെ ഹെൽപ്പോട് കൂടി കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻട്രൻസ് എഴുതൊന്നും കിട്ടിയില്ല. കാലടി യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എഴുതി, അപ്പോഴും കിട്ടിയില്ല. സോ വേക്കൻസീസ് കുറവാണല്ലോ. സോ ഞാൻ തമിഴ്നാട് യൂണിവേഴ്സിറ്റി, അതായത് MS യൂണിവേഴ്സിറ്റി ഹിന്ദു കോളേജ്, നാഗർകോവിൽ ഹിന്ദു കോളേജിൽ റെഗുലർ സ്റ്റുഡൻ്റ് ആയിരുന്നു MPhilന്. അവിടെയും ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാനൊരു മലയാളി സ്റ്റുഡൻറ്റ്, അവർ തമിഴ്, അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അവർ ഭയങ്കര ഒരു കെയറിങ് ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഹിന്ദു കോളേജ് എൻ്റെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറി. ഹിന്ദു കോളേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കോളേജായിരുന്നു ഹിന്ദു കോളേജ്. ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്, അവരൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, എനിക്ക് അവിടുത്തെ സിലബസ് ഭയങ്കര ഈസി ആയിരുന്നു. കാരണം നമ്മുടെ MAയുടെ ആ ഒരു സിലബസും, പിന്നെ ഞാൻ ഇതിൻ്റെ നെറ്റിൻ്റെ കോച്ചിങ്ങിന് പോയതുകൊണ്ട് തന്നെ എനിക്ക് സിലബസ് ഭയങ്കരമായിട്ട് ഈസി ആയിരുന്നു. സോ എനിക്ക് നമ്മുടെ ആ ഒരു ടൈമിൽ ഹയസ്റ്റ് മാർക്സ് എനിക്കായിരുന്നു. MPhilന് ഹയസ്റ്റ് മാർക്സ് എനിക്കായിരുന്നു. ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്തത് ഞാൻ ലേറ്റായിട്ട്, അതിനിടയിൽ വെച്ച് മാരേജ് ആകുന്നു, അങ്ങനെയൊക്കെ ആയപ്പോൾ ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്തത് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ടൈമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല. അതർവൈസ് എനിക്കൊരു ഗോൾഡ് മെഡൽ അവിടെ നിന്ന് കിട്ടുമായിരുന്നു. കാരണം സ്റ്റുഡൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് മാർക്സ് എനിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ആ MPhil പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ നൂറുൽ ഇസ്ലാം കോളേജിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അസിസ്റ്റൻറ്റ് ലെക്ചേഴ്സിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടത്തുകയായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ കോളേജിലെ സ്റ്റുഡൻസ്, ഞങ്ങളെ കോളേജിലെ സ്റ്റുഡൻസ്, MPhil സ്റ്റുഡൻസൊക്കെ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവരുടെ കൂടെ ജസ്റ്റ് ഒന്ന് പോകുന്നു. സോ അങ്ങനെ പോയപ്പോൾ തന്നെ ഇൻ്റർവ്യൂവിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സിമ്പിളായിരുന്നു. കാരണം നമ്മുടെ സിലബസ്, കേരള യൂണിവേഴ്സിറ്റി സിലബസ് ഭയങ്കര നല്ലൊരു സിലബസാണ് ആ ടൈമിലുണ്ടായിരുന്നത്. അത് മാത്രമല്ല എനിക്ക് അത് സിമ്പിളായിരുന്നു. MA ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പഠിച്ചതാണ്, MA ഇംഗ്ലീഷ്. നെറ്റിൻ്റെ കോച്ചിങ്ങിനും പോയതുകൊണ്ടാവാം എനിക്ക് ഇതിൻ്റെ സിലബസ് ഭയങ്കര സിമ്പിളായിട്ട് ഫീൽ ചെയ്തു. സോ ഇൻ്റർവ്യൂവിന് അവർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്നെ സെൽഫ് ഒന്ന് ഇത് കൊടുത്ത് പറയുന്നതല്ല. ഇൻ്റർവ്യൂവിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും എന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ട്. കാരണം നമ്മൾ ലിറ്ററേച്ചർ ആകുമ്പോൾ ചോസർ, ഷേക്സ്പിയർ അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഞാൻ എന്നോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു വരുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അവരെന്നെ സെലക്ട് ചെയ്തു. ഞാൻ അഴകിയ മണ്ഡപം ആ സ്ഥലത്തെ പുങ്കറൈ എന്ന് പറയുന്ന സ്ഥലത്തെ പോളിടെക്നിക് കോളേജിൽ ഫസ്റ്റ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു.
ലെക്ചറർ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ അവിടെ ഞാനൊരു 2-3 മന്ത്സേ വർക്ക് ചെയ്തുള്ളൂ. കാരണം മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന് മുന്നേ. എംഫിൽ സ്റ്റാർട്ട് ചെയ്ത് 2-3 മാസം കഴിഞ്ഞപ്പോൾ അപ്പോൾ പ്രഗ്നൻ്റ് ആവുന്നു. സോ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണ്ടി വന്നു. അങ്ങനെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ഡിസ്കണ്ടിന്യൂ ആകുന്നതിന് മുന്നേ, റിസൈൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ധനുവച്ചപുരം IHRDയുടെ കോളേജിൽ ജസ്റ്റ് ഒന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നേ ഉള്ളൂ. കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയായിരുന്നു. പ്രഗ്നൻ്റ് ആയിരുന്നു, റെസ്റ്റൊക്കെ പറഞ്ഞേക്കുന്ന ടൈമാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി. ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു, ബട്ട് അവരെന്നെ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഒരു 2.5 ഇയേഴ്സ് ഇംഗ്ലീഷ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. പെർമനൻറ്റ് പോസ്റ്റ് അല്ല, ടെമ്പററി പോസ്റ്റായിരുന്നു. അതിനുശേഷം ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള രീതിയിൽ ആ ഒരു ലൈഫ് അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് സബ്ജക്റ്റാണോ ചൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾ ടോട്ടലി ഇൻവോൾവായിട്ട് നമ്മൾ ടോട്ടലി എൻജോയ് ചെയ്ത് പഠിച്ചാൽ നമ്മുടെ കരിയർ ഏറ്റവും ബെറ്റർ ആക്കാൻ നമുക്ക് പറ്റും. അത് മാത്രവുമല്ല, നമ്മൾ ഈ പഠിത്തം എന്ന് പറയുന്നത് ഒത്തിരി കുഞ്ഞ് സ്റ്റുഡൻസൊക്കെ, എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ളത്, അവർ അച്ഛനമ്മയും പറയുമ്പോൾ പഠിക്കും, വേണമെങ്കിൽ പഠിക്കട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതല്ല, നമ്മൾ നമ്മുടെ കരിയർ ചൂസ് ചെയ്യാനുള്ളത് നമ്മളാണ്. സോ നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഏത് സബ്ജക്റ്റാണോ ചൂസ് ചെയ്യുന്നത് അതിൽ നമ്മൾ ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ടോട്ടലി ഇവോൾവ് ചെയ്ത് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് അതിൽ കൊടുത്ത് നമ്മൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു കരിയർ കിട്ടും. ആൻഡ് നമ്മളെ ജോബ് നമുക്ക് ടോട്ടലി സാറ്റിസ്ഫൈഡ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഒരുപക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ഒന്നും പഠിച്ചില്ലായിരുന്നു എങ്കിലും ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്ലാസ്സസ് എടുക്കാനോ എനിക്ക് അവരെ മുന്നോട്ട് സ്റ്റുഡൻസിനെ പറഞ്ഞു കൊടുക്കാനോ ഒന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് സ്റ്റുഡൻസിനോടുള്ള ഒരു റിക്വസ്റ്റാണ്, നമ്മൾ എന്താണോ പഠിക്കുന്നത് അതിൽ ടോട്ടലി നമുക്ക് പഠിക്കുന്ന സമയം പഠിക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ടോട്ടലി നമ്മൾ അതിൽ നമ്മുടെ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാകും. ഓക്കെ, നമ്മൾ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ അവിടെ ഗോഡ് തനിയെ വന്നോളും. ഗോഡ് പ്ലസ് ഹാർഡ് വർക്ക് ഈക്വൽ ടു സക്സസ് എന്നാണല്ലോ. അപ്പോൾ ഹാർഡ് വർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഗോഡ് തനിയെ നമ്മുടെ കൂടെ ഉണ്ടാകും. സോ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ